പ്രഭു, എങ്ങനെയെങ്കിലും രക്ഷിക്കണേ പ്രഭു. എന്റെ താങ്കളല്ലാതെ വേറെ ആരുമില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ അങ്കിളുടെ. എനിക്ക് വേറെ ആരുമില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ പ്രഭു, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. വിഷമിക്കാതിരിക്കൂ പുത്ര. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് നിന്റെ കട്ടിൽ നീ തന്നെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. വളരെ നന്ദി പ്രഭു. അദ്ദേഹം എഴുന്നേൽക്കുന്നു, നടക്കാൻ കഴിയുന്നുണ്ട്. അത്ഭുതം തന്നെ. മഹാപ്രഭു, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലേ? കാത്തുകൊള്ളണേ കർത്താവേ, കാത്തുകൊള്ളണേ. മനോഹരം. കണ്ടില്ലേ ഈ അഹങ്കാരം? ഈ പാപികളോടൊപ്പം ചേർന്ന് നമ്മുടെ പ്രഭു ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? നാശത്തിന്റെ തുടക്കമാണിത്. അവരോടൊപ്പം നമ്മളെയും സമമായി കാണാനാണ് പ്രഭുവിന്റെ ഉദ്ദേശം. എന്ത് കാണാനാ? നമ്മളെയും അവരെയൊക്കെ പോലെ തന്നെ മാറ്റുമെന്നാണ് തോന്നുന്നത്. ഇതെന്താ? അതെ, ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. സഹോദരന്മാരെ, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നോടൊപ്പം വരൂ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. വരൂ. സഹോദരന്മാരെ, നിങ്ങളെ ആരെയും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ മനസ്സിൽ തുല്യസ്ഥാനമാണ്. നിങ്ങളേവരോടും ഞാൻ ഒരു കഥ പറയാൻ പോവുകയാണ്. ക്ഷമയോടെ കേൾക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും പക്കൽ 100 ആടുകളുണ്ടെന്നിരിക്കട്ടെ. അതിലൊരെണ്ണത്തിനെ കാണാതെ പോയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. തെളിച്ചു പറഞ്ഞാൽ കൊള്ളാം. ബാക്കിയുള്ള 99 ആടുകളുടെ കാര്യം മറന്ന് കാണാതെ പോയ ആ ആടിനെ അന്വേഷിച്ച് നിങ്ങൾ കാട് മുഴുവനും അലഞ്ഞു തിരിയില്ലേ? അവസാനം കാണാതെ പോയ ആ ആടിനെ ലഭിച്ചു കഴിയുമ്പോൾ അതിനെ സന്തോഷത്തോടെ തോളിൽ ചുമന്ന് വീട്ടിലേക്ക് ചെന്ന് എല്ലാവരോടും ഇത് പറഞ്ഞ് അതിയായി സന്തോഷിക്കാറില്ലേ? ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ വിശദമായി പറയൂ പ്രഭു. അങ്ങനെയെങ്കിൽ നിങ്ങളോട് വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരച്ഛനും 2 ആൺമക്കളും ഉണ്ടായിരുന്നു. നിക്ക് നിക്ക്, എന്നെ ഓടിപ്പിക്കരുത്. നിക്ക്, അവിടെ നിക്ക്. ഇല്ല ഇല്ല, എന്നെ ഓടിക്കരുത്. ഞാൻ നിൽക്കില്ല. നിക്കാനാ പറഞ്ഞത്. അവിടെ നിക്കടാ. എന്നെ പിടിക്കാൻ പറ്റില്ല. എടാ ഓടരുത്. എടാ പറയുന്ന കേക്ക്. ഞാൻ നിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഓടാൻ വയ്യ. അവിടെ നിക്കടാ. ഇന്നത്തെ കളിയിൽ ഞാൻ തോറ്റിരിക്കുന്നു. എന്ന് നീ തന്നെയാ ജയിക്കുന്നേ. നമസ്കാരം. നമസ്കാരം. നെല്ല് വിറ്റ് കിട്ടിയ കൂലിയാണ് അങ്ങുന്നേ ഇത്. നീ ഇങ്ങ് വന്നേ. അങ്ങുന്നേ, ദാ വാങ്ങിച്ചു. നിന്റെ കുഞ്ഞിന് സുഖമില്ലെന്ന് ഞാൻ അറിഞ്ഞു. ഈ തുക വെച്ച് നീ കുഞ്ഞിനെ ചികിത്സിക്കൂ. കുഞ്ഞിനെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അങ്ങുന്നേ, ഇത്രയും ധനം. നീ വിഷമിക്കാതെ. ഈ തുക നീ തിരിച്ചു തരികയൊന്നും വേണ്ട. നന്ദി അങ്ങുന്നേ. ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അയാളെ സഹായിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ കർത്താവ് ഒരുപാട് സന്തോഷിക്കും. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ദൈവത്തിന്റെ രൂപത്തിൽ അങ്ങ് വന്നിരിക്കുകയാണ്. അങ്ങുന്നേ, ഞങ്ങൾ എപ്പോഴും അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, അങ്ങന്ന് ഞങ്ങളെ തൊഴിലാളികളെ പോലെ കാണാതെ സ്വന്തം ബന്ധുക്കളെ പോലെയാണ് കാണുന്നത്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒരുപാട് സഹായിക്കുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങ് ഞങ്ങൾക്ക് എല്ലാമായ ആ ദൈവത്തെ പോലെയാണ്. അതെ അങ്ങുന്നേ. അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങളുടെ സേവകനാണ്. നിങ്ങൾ എന്റെ സേവകനാണ്. നമ്മൾ എല്ലാവരും കർത്താവിന്റെ സേവകരാണ്. ചെല്ലു, പോയി സന്തോഷത്തോടെ ജോലി ചെയ്യൂ. നന്ദി അങ്ങുന്നേ. ശരി. അച്ഛന്റെ മകനായിട്ട് ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. അച്ഛാ,
പാടത്തെ കുറിച്ച് പണിയുണ്ട്. ഞാനിത് വേഗം തീർത്തിട്ട് വരാം. ശരി മോനെ, ശരി, പോയിട്ട് അച്ഛാ. വരൂ. ഇവനെനിക്ക് പ്രയോജനപ്പെടൂ. ഇവനെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. അപ്പനോട് അതിര് കവിഞ്ഞ സ്നേഹമാണ് ഇവൻ കാണിക്കുന്നത്. ഇവനെ എനിക്ക് ആവശ്യമില്ല. ഞാനും എന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിച്ചിട്ട് വരട്ടെ അച്ഛാ. വേണ്ട മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, വേണ്ട മോനെ, അച്ഛാ ദയവീ തന്നെ പോവാൻ അനുവദിച്ചു. വേണ്ട മോനെ. ഇപ്പൊ പോകണ്ട, ഞാൻ വേഗം തിരിച്ചു വരാം. ശരി എന്നാ, പോയിട്ട് ശരി വാ. അച്ഛാ, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇവൻ വന്നേക്കാം അച്ഛാ. എനിക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. ഇതാ ഞാനിതാ വന്നു. ഏയ്. എന്താണ് ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നോ? ഹേയ് അങ്ങനെയൊന്നുമില്ല. നിങ്ങളെല്ലാവരും നേരത്തെ വന്നോ? നീ എന്താ വരാൻ വൈകിയത്? അധിക നേരമൊന്നും ആയിട്ടില്ല. അല്ല നീ എന്താ വരാൻ ഇത്ര വൈകിയത്? അതെ, നിങ്ങൾ വന്നേ. പെട്ടു നന്നായി അകപ്പെട്ടു. ഈ കത്ത് നിന്റെ അച്ഛന്റെ പേർക്ക് പട്ടണത്തിൽ നിന്നും വന്നതാ. തരൂ, ഞാൻ ഏൽപ്പിച്ചേക്കാം. അല്ല, നിങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്കും പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും കത്ത് കൊണ്ടുപോയി കൊടുക്കാറുള്ളതല്ലേ? പട്ടണം അത്ര വലിയ സ്ഥലമാണ്. എല്ലാരും അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഞാനെന്ത് പറയാനാ, പട്ടണത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അത് വലിയൊരു രാജകൊട്ടാരം പോലെയാ. അത്ര ഭംഗിയാണോ? ഭംഗി കാണേണ്ടത് തന്നെയാ. എത്ര പറഞ്ഞാലും മതിയാവില്ല. അവിടെ നമുക്ക് സന്തോഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ സന്തോഷവും അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒരുപാട് ധനം വേണം. ആ, ഞങ്ങളെ പോലുള്ളവർക്ക് അത് കിട്ടാക്കനിയാ. പട്ടണത്തിലൊക്കെ താമസിക്കണമെങ്കിലേ ധാരാളം ധനം വേണം. ശരി, സമയായി, ഞാൻ പോട്ടെ. ആ ശരി. അവൻ ശരിയാ പറഞ്ഞിട്ട് പോകുന്നേ. നല്ല ഉപദേശമായിരുന്നു. എല്ലാറ്റിനും ഭാഗ്യം വേണോടാ. ഞാനൊരു ധനികന്റെ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. അതൊക്കെ എന്തിനാടാ? ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ എപ്പോഴേ പട്ടണത്തിലേക്ക് പോയിട്ട് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിച്ചേനെ. പിന്നെ അവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് നല്ല പേരും പ്രശസ്തിയും നേടി അവിടെ തന്നെ ജീവിച്ചേനെ. അതും ഒരു രാജകുമാരനെ പോലെ. ആ സുഖങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ? ശരി, ഇരുട്ടാറായി, നമുക്ക് പോവാം. വാ. വയ്ക്കോ. കേട്ടില്ലേ? നന്നായി കേട്ടില്ലേ? പട്ടണ ജീവിതം, സുഖങ്ങൾ. പോണം. നീ ഉറപ്പായും പോണം കേട്ടോ. തീർച്ചയായിട്ടും പോണം. തീർച്ചയായിട്ടും പോകും. പോയേ പറ്റൂ. നീ പോകും. അങ്ങുന്നേ, നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാണെന്നോ? ചന്തയിലേക്ക്. ഒരു ദിവസം ഒരു തവണയെങ്കിലും ജനങ്ങളെ കണ്ട് ബഹുമാനം സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. ആ, വരൂ. സുഖാണോ? മോളെന്ത് പറയുന്നു? അങ്ങയുടെ കൃപ കൊണ്ട് എന്റെ കുട്ടികൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ കല്യാണം നടക്കില്ലായിരുന്നു. ഇപ്പൊ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവനെ നമസ്കരിച്ചവൻ ഇപ്പൊ എന്നെയും നമസ്കരിക്കും. കണ്ടോ? ഇതിന് കാരണക്കാരൻ ഞാനല്ല. കർത്താവ് തന്നത് വെച്ച് മറ്റുള്ളവരെ സഹായിച്ചാൽ എന്റെ കാര്യം ആ കർത്താവ് നോക്കിക്കൊള്ളും. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇവന്റെ വരവ് കണ്ടിട്ട് തല്ലാൻ വരുന്ന പോലെ ഉണ്ടല്ലോ. എവിടെ നിന്ന് ബഹുമാനം കിട്ടാനാ? ഇങ്ങോട്ട് വാ. എന്താ അങ്ങുന്നേ? നീ അദ്ദേഹത്തെ നമസ്കരിച്ചു, എന്നെ നമസ്കരിക്കണം എന്ന് തോന്നിയില്ലേ? നമസ്കാരം അങ്ങുന്നേ. എന്താടോ, ഇങ്ങനെയാണോ മുതിർന്നവരെ നമസ്കരിക്ക? ഇങ്ങനെ കുനിഞ്ഞ് നമസ്കരിക്കണം. കുനിഞ്ഞു പറ. ശരി അങ്ങുന്നേ, നമസ്കാരം അങ്ങുന്നേ. ഇത് മതി അങ്ങുന്നേ. മതിയായി. ഇന്ന് ആ വിഷയത്തിന് എനിക്ക് ബഹുമാനം കിട്ടി. ഇവന്റെ ഒരു കാര്യം, വഴിയെ പോകുന്നവരെ വിളിച്ചു നിർത്തി ബഹുമാനം ചോദിച്ചു വാങ്ങുന്നു. ഇപ്പൊ ഇദ്ദേഹം പോയിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കും. അപ്പൊ ഞാൻ അടുത്തുണ്ടാവരുത്. എടാ, നീ ഇവിടെ തന്നെ നിൽക്ക്. നമസ്കാരമുണ്ട്. ബഹുമാനം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത്. മറ്റുള്ളവർ നമുക്ക് സ്വയം നൽകേണ്ടതാണ്. അപ്പോഴേ അതിന് വിലയുള്ളൂ. നിങ്ങൾക്കെന്താ അവിടെ ഇരുന്ന് എന്തെങ്കിലും വിളിച്ചു കൂവിയാൻ പോരെ? നിന്നെയൊക്കെ എങ്ങനെ നന്നാക്കാൻ? മനോഹരമായ സ്വപ്നം. ഞാനൊരു വലിയ പട്ടണത്തില് ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്താ പോകുന്ന. എല്ലാവരും എന്നെ രാജകുമാരനാണെന്ന് വിചാരിച്ച് ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. അതിരാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ കാര്യം അച്ഛനോട് പറഞ്ഞ് പട്ടണത്തിലേക്ക് പോവാൻ അച്ഛനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അച്ഛാ, എന്താ മോനെ കാര്യം? ഞാൻ അതിരാവിലെ മനോഹരമായ For more updates, like, comment,
subscribe to our channel.